അത്ഭുതങ്ങൾ പൂത്ത നഗരമേ മദീന, ജിബ്രീലിന്റെ ചെറുകടി ഒച്ച മുഴങ്ങിയ നഗരമേ മദീന, പുണ്യ റസൂലിന്റെ വിശ്രമം കൊണ്ട് അനുഗ്രഹീതമായ പട്ടണമേ മദീന, ലോകത്തിന്റെ അനുഗ്രഹം പോലെ പരിശുദ്ധമാക്കപ്പെട്ട തിരുവ്യക്തിത്വമായി ഈ ലോകത്തിന്റെ മുഴുവൻ കഥയുടെ മുഖവുര പോലെ ആകാശത്തിൽ നിന്ന് വന്നെത്തിയ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം പോലെ പെയ്തിറങ്ങുന്ന മഴയേക്കാൾ വലിയ റഹ്മത്ത് പോലെ മുഴുവൻ ജനതക്കും കാരുണ്യമായി ആകാശത്തിൽ നിന്നൊഴുകി വരുന്ന ചന്ദ്രന്റെ നിലാവിനേക്കാൾ സൗന്ദര്യമായി ഈ ലോകത്തിന് ക്ഷമയുടെ ഇതിഹാസമായി മാനവരാശിയുടെ അധ്യാപകനായി മുഴുവൻ മനുഷ്യവംശത്തിന്റെ കുടുംബനാഥനായി ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സൗരയൂഥകൾക്കപ്പുറത്തേക്ക് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്തു പോയ ഇസ്രാ മിഅ്റാജിന്റെ ഉടമസ്ഥനായി മുഴുവൻ പൊരുളുകളടങ്ങിയ തിരുനെഞ്ചിന്റെ ഉടമസ്ഥനായി അല്ലാഹുവിന്റെ റസൂലായി അവന്റെ ഹബീബായി ഖലീലായി പാപികൾക്ക് ശഫീആയ ശഫീഉൽ മുദ്നിബീനായി തേടുന്നവർക്ക് വിളക്കായ സിറാജു സാലിക്കീനായി തേടുന്നവരുടെ ഉദ്ദേശമായ മുറാദുൽ മുഷ്താഖീനായി പ്രവാചകന്മാരുടെ ഒടുക്കത്തെ കണ്ണിയായി ഇസ്രായേൽ ബൈത്തുൽ മുഖദ്ദസിൽ സമ്മേളിച്ചപ്പോ മുഴുവൻ അമ്പിയാക്കൾക്കും ഇമാമത്ത് നിന്ന ആമിനയുടെ പ്രിയപുത്രനായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വദാനായ സുബുൽ മൗലായ കുൽ ഖതമേ റസൂൽ ജിസ്നെ മാർഗങ്ങൾ കാണിക്കുന്നത് റസൂലാണ് വദാനായ സുബുൽ മുഴുവൻ മാർഗങ്ങളെ കുറിച്ചും അറിവുള്ളത് നബിക്ക് മാത്രമാണ് മൗലായ കുൽ ഖതമേ റസൂൽ ജിസ്നെ ഗുബാർ റാഹു കബക്ഷ ഫറൂഖ വാദി സീനാ നടന്നുപോയ തെരുവുകളിലെ മണ്ഡരികൾക്ക് സീനാ താഴ്വാരത്തിന്റെ പവിത്രത കൊടുത്തോരും ഈ നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്ത് വാങ്ങാൻ പോകുമ്പോ മൂസാ നബിക്ക് നോമ്പുണ്ടായിരുന്നു. നോമ്പ് നോറ്റുകൊണ്ട് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂര് സീനാ മലയിലേക്ക് കയറുമ്പോ ആ തൂര്